രംഗത്ത് മികവിന്റെയും വിശ്വാസ്യതയുടെയും പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഐ ഹോസ്പിറ്റലിന്റെ ഈ പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം ആഘോഷിക്കാൻ നാം ഒരുമിച്ച് കൂടുമ്പോൾ ഒരു പുതിയ കെട്ടിടത്തിന്റെ വാതായനങ്ങൾ തുറക്കുക മാത്രമല്ല ഇവിടെ നടക്കുന്നത്. ആയിരക്കണക്കിന് ജീവിതങ്ങളിൽ പ്രത്യാശയുടെ വെളിച്ചം പകർന്ന ഒരു മഹത്തായ പാരമ്പര്യത്തിന്റെ തുടർച്ചയ്ക്കാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. വരും തലമുറകൾക്ക് അതേ ആത്മാർത്ഥതയോടെയും സമർപ്പണത്തോടെയും ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന ഉറച്ച പ്രത്യാശയോടെയാണ് ഈ ചരിത്ര മുഹൂർത്തത്തെ നാം ആഘോഷിക്കുന്നത്. ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങിന് നാം ഔപചാരികമായി തുടക്കം കുറിക്കുന്ന വേളയിൽ ഈ പുതിയ സംരംഭത്തിന്മേൽ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം തേടിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുവാനായി നമ്മുടെ ഹോസ്പിറ്റലിന്റെ കൊയർ ഗ്രൂപ്പിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു ജാതി ഒരു മതം ഒരു തറവാടായി പുലരുവാൻ ഞങ്ങളിൽ കനീണമേ നീ കനീണമേ. എളിയോരായി നാടിന്റെ നന്മയ്ക്കായെന്നും പണി ചെയ്യുവാൻ ഞങ്ങൾക്കു ശക്തി തന്നാലും പരിശുദ്ധ സ്നേഹത്തിൻ ചെടിയിൽ വിടർന്നൊരു നറുമലർ പോൽ ഞങ്ങൾ കഴകിയാലും അഴകിയാലും. Kindly be seated. ഒരു മാർഗദർശിയുടെ കാഴ്ചപ്പാടും അക്ഷീണമായ പരിശ്രമവും ഉണ്ട്. കരുണയും ആത്മസമർപ്പണവും മാനവ സേവനത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും ചെയർമാനും നമ്മുടെ എല്ലാവരുടെയും വഴികാട്ടിയുമായ സ്വാഗത പ്രസംഗവും അതോടൊപ്പം അധ്യക്ഷ പ്രസംഗവും നടത്തുന്നതിനായി ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ ജീവനക്കാരെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, മാധ്യമ സുഹൃത്തുക്കളെ, ഈ ശുഭാവസരം നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ പ്രാഥമിക കർത്തവ്യം. അതിനു മുമ്പ് ചില അനുഭവങ്ങളും ചിന്തകളും നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നേത്ര ചികിത്സാ രംഗത്ത് ഏകദേശം 61 വർഷങ്ങൾ ഞാൻ പൂർത്തിയാക്കിയാണ്. 40 വർഷത്തോളം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലായി. 74-ാമത്തെ വയസ്സിൽ ഞാൻ അവിടുന്ന് റിട്ടയർ ചെയ്തു. സാധാരണ 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്ന ആൾക്കാരും സ്വൈരമായിട്ടും സന്തോഷമായിട്ടും വീട്ടിലിരിക്കുക എന്നുള്ള പതിവാണ് സാധാരണ. ഞാൻ റിട്ടയർ ചെയ്ത് 74 വയസ്സിലാണ്. അന്ന് രാവിലെയും വൈകിട്ടും ഞാൻ രോഗികളെ കണ്ട് എനിക്ക് വീട്ടിലിരിക്കുവാൻ സന്തോഷമില്ല. അന്ന് ഞാൻ ഒരു സ്വപ്നം, എന്റെ പേരിലായി ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു ആശുപത്രി ഈ ആലുവയിൽ തുടങ്ങണം. ആശുപത്രി തുടങ്ങുന്ന സമയത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നത് ഡോക്ടർ മാണിയാണ്. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒപ്തമോളജിസ്റ്റ് ഡോക്ടർ മാണി. അദ്ദേഹത്തിൻ്റെ കെട്ടിടം വേദ ആവശ്യത്തിന് ബിൽഡ് ചെയ്യാൻ, അത് ആശുപത്രി തുടങ്ങാനുള്ള ഒരു സ്ഥലമായിട്ട് എടുത്താൽ ഒരു ആശുപത്രിക്ക് വേണ്ട ചില സൗകര്യങ്ങളൊക്കെ
ഒരുക്കി അത് അവിടെ ആരംഭിച്ചു. അന്ന് ആശുപത്രി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറും അദ്ദേഹം അദ്ദേഹം കെ ബാബു ഉണ്ടായിരുന്നു, പിന്നെ ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ആ കേരളം വടേക്ക് വന്നത് ഡോക്ടർ മാണി കുടുംബത്തിന് ഞങ്ങൾക്ക് ഇന്ന് ഈ നിൽക്കുന്ന സ്ഥലം ഞങ്ങൾ പിന്നീട് വാങ്ങുകയും നിർമ്മാണത്തിനുള്ള പ്ലാനുകൾ സമർപ്പിക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അനുമതി ലഭിക്കാതെ വർഷങ്ങൾ പോയി. ഒടുവിൽ ഹൈക്കോടതിയിൽ സമീപിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി. ധനികർക്കും ദരിദ്രർക്കും ഒരുപോലെ കാരുണ്യത്തോടെ സേവനം നൽകുന്ന അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്ഥാപനം എന്നതായിരുന്നു ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഞങ്ങളുടെ ലളിതമായ തുടക്കത്തിൽ പോലും അറബ് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു മനോഹരമായ ഒരു ആശുപത്രി തുടർന്നാൽ ഇവിടെ മെഡിക്കൽ ടൂറിസത്തിന് ഒരു നല്ല കേന്ദ്രമായിട്ട് മാറ്റാൻ സാധിക്കും. നമ്മുടെ ആളുകളെ മാത്രമല്ല, അവിടെ ആളുകളെ പോലും ഇവിടെ ചികിത്സ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഈ ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത് ബിജ്നോർ പ്രവിശ്യയിലെ ബിഷപ്പ് എമിരിറ്റസ് മാർ ഗ്രേഷ്യസ് മുണ്ടാടനാണ്. അദ്ദേഹം ഞങ്ങളുടെ ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ വന്നാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അദ്ദേഹത്തെ കൊടുത്ത് തന്നെ ഈ ശിലാസ്ഥാപനം നടത്തി. ഡിസംബറിൽ അങ്ങനെയാണ് ഈ ആശുപത്രി ഉണ്ടായത്. വേറൊരു സംഭവമുണ്ട്. കേരളത്തിൽ BSc ഓപ്റ്റോമെട്രി സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങളാണ് അങ്കമാലിയിൽ. BSc ഓപ്റ്റോമെട്രി എന്ന ഒരു പാരാമെഡിക്കൽ കോഴ്സ് അതിന്റെ വ്യാപ്തിയും അവർ പരിശീലിക്കുകയാണ്. ഞങ്ങൾ കേരള കുഹാസ് ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആരോഗ്യമന്ത്രി ശ്രീ ശിവകുമാർ പറഞ്ഞു ഇതെല്ലാം സൈറ്റ് ചെയ്തു, പക്ഷേ എലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് സിഗ്നേച്ചർ ഇടാൻ പറ്റി. അടുത്ത വന്ന ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞു പ്രൈവറ്റ് സെക്ടറിൽ ഇത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെല്ലാം രൂപയും അടച്ച് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ പറയുന്നത്. അത് പിന്നെയും ഞാൻ കോർട്ടിൽ പോയിട്ട് അവസാനം അവർ പ്രോസിക്യൂട്ട് ചെയ്തു വന്നിട്ട് അവർക്ക് തരാൻ നിർബന്ധിതരായി. ഇന്ന് ഓപ്റ്റോമെട്രി സ്കൂൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല സ്കൂളായിട്ട് മാറിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും പോയി നമ്മുടെ സ്റ്റുഡൻസ് പ്രാക്ടീസ്. എനിക്ക് ഇവിടെ പറയാനുള്ള കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ
ചീഫ് മിനിസ്റ്ററിനോട് അഭ്യർത്ഥിക്കാൻ പാടില്ലാണ്. ഈ ഹോസ്പിറ്റൽ ഒരു പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു സംഗതിയാണ്. ധാരാളം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയാണ്. ഇഷ്ടം പോലെ ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്. ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് പെർമിഷൻ കൊടുക്കുമ്പോൾ ഒരു സിംഗിൾ വിൻഡോ ക്ലിയറൻസോ ഒരു ഫാസ്റ്റ് ട്രാക്ക് ക്ലിയറൻസോ കൊടുക്കണം എന്ന് പ്രത്യേകം ഞാൻ ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ ഒരു അഭ്യർത്ഥന, ഈ ആശുപത്രി പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ആശുപത്രി കെട്ടുമ്പോൾ അതിന്റെ 18% GST വാങ്ങിക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യം. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം ചെയ്യുന്ന കെട്ടിടങ്ങൾക്ക് 18% GST അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ചെയ്യുന്നതെങ്കിലും അതിനെക്കുറിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് കൂലങ്കഷമായി ആലോചിച്ച് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് ആഗ്രഹിക്കാം. ഞങ്ങളുടെ ആശുപത്രി കുറെ വർഷങ്ങളായിട്ട് കമ്മ്യൂണിറ്റി ഒഫ്തൽമോളജി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പുകൾ, സൗജന്യമായിട്ട് ഓപ്പറേഷൻ ചെയ്തു കൊടുക്കുക, ഫ്രീ സ്കൂൾ ട്രീറ്റ്മെന്റ്, പാവപ്പെട്ട കുട്ടികൾക്ക് കണ്ണാടി കൊടുക്കുക, ഇങ്ങനെയുള്ള സഹമാരി എന്തൊക്കെ ചെയ്തു അതെല്ലാം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ യാത്രയിലെ ഏറ്റവും വലിയൊരു നേട്ടമാണ് ഈ ആശുപത്രിക്കായി പണിതീർത്ത ഈ പുതിയ കെട്ടിടം. ഇതിന്റെ ഉദ്ഘാടന വേളയിൽ ഇന്ന് ഞങ്ങളുടെ എല്ലാം ക്ഷണം സ്വീകരിച്ച നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യമായി തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നത് ജനങ്ങളുടെ മുഖ്യമന്ത്രി. ഇത് എല്ലാവർക്കും അറിയാം. വാസ്തവം പറഞ്ഞാൽ ആദ്യമോ ഹൈക്കമാൻഡോട് ചെയ്യിച്ചല്ല, ജനങ്ങൾ തിരഞ്ഞെടുപ്പാണ് നമുക്കിവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ഈ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഈ സ്ഥാപനത്തിന് വലിയൊരു ബഹുമതിയാണ്. അങ്ങയുടെ ധൈര്യവും ആർജവും പുതിയ ആശയങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സും കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ വലിയൊരു വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. അങ്ങയുടെ ധൈര്യത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അമേരിക്കൻ പോയറ്റ് റോബർട്ട് ഫോസ്റ്റിന്റെ മനോഹരമായ ഒരു കവിതയുടെ രൂപമാണ് The Road Not Taken. Two roads in a wood, and I took the one less traveled, and that has made all the difference. ആളുകൾ അധികം സഞ്ചരിക്കാത്ത വഴി ധൈര്യപ്പെടുന്ന നേതാക്കളാണ് ചരിത്രം സൃഷ്ടിക്കുന്നത് എന്നീ വരികൾ അങ്ങേ ഞങ്ങൾ ഹൃദയസംഗീതമായി സ്വാഗതം ചെയ്യുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും യുവ നേതാവുമായ നമ്മുടെ ആശുപത്രിയുടെ അടുത്ത സുഹൃത്തും അഭ്യുതകാംക്ഷിയുമായ ശ്രീ റോജി എം ജോണിനെ പ്രത്യേകം സ്വാഗതം ചെയ്തു. അദ്ദേഹം ഇവിടെ പലപ്പോഴും വരാറുണ്ട്. രോഗിയായില്ലെങ്കിലും ഞങ്ങൾ പലപ്പോഴും ആവശ്യമുണ്ടെങ്കിൽ അതിന് പറയാൻ അദ്ദേഹം ചെയ്തു തരാറുണ്ട്. ഇന്നത്തെ ഊർജവും കൊണ്ട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഊർജവും കൊണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക്
മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകാൻ അങ്ങേക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മറ്റമന്ത്രി ഇന്ന് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. നമ്മുടെ അബ്ദുൽ ഗഫൂർ മന്ത്രി ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം എൻ്റെ പഴയ സുഹൃത്തും അഭിമായ മകനാണ്. അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ താമസിക്കും നിശ്ചയമില്ല. നമ്മുടെ പാർലമെന്റ് ശ്രീ ബെന്നി ബെഹനാൻ ക്ഷണിക്കുമ്പോഴെല്ലാം എപ്പോഴും എത്താറ്. അങ്ങനെ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം. അങ്കമാലിയിലും ആധുനിക റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിച്ചെടുത്തെങ്കിലും ഈ മേഖലയെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുകളിലൊന്നായ ആലുവ ഇപ്പോഴും സമാനമായ ശ്രദ്ധയ്ക്ക് കാത്തിരിക്കുകയാണ്. പടിഞ്ഞാറ് വശത്തെ ഒരു പ്രവേശന കവാടം ഇവിടുത്തെ ഗതാഗത കുരുക്കിന് ഒരു ുമെന്നും ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ അദ്ദേഹത്തിന് നല്ല ഓർമ്മ കാണും. ഞാൻ വിചാരിച്ചു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രധാന ഒരു സ്ഥാനം കൊടുത്ത് തന്നെ അതിനെ ഓർമ്മപ്പെടുത്തണമെന്ന് വിചാരിച്ചാണ് അദ്ദേഹത്തിന്. നമ്മുടെ രാജ്യസഭ അംഗവും ഞങ്ങളുടെ സുഹൃത്തുമായ ശ്രീമതി ജെബി മേത്തർ വരാൻ സാധിക്കില്ല എന്ന് രാവിലെ ഫോൺ ചെയ്തു. ഡൽഹിയിൽ തന്നെ ഉണ്ട്. അവർക്ക് ഞാൻ സ്വാഗതം ആശംസിച്ചു. നമ്മുടെ സ്വന്തം MLA ശ്രീ അൻവർ സദത്ത് ആളുകളുടെ പ്രശ്നങ്ങൾക്കായി പ്രത്യേകിച്ച് രൂക്ഷമായ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി നിരന്തരം ശബ്ദമുയർത്തുന്ന വ്യക്തിയാണ്. അങ്ങയുടെ സമർപ്പിത സേവനത്തിന് നന്ദി. താങ്കൾക്കും ഈ വേളയിൽ സ്വാഗതം ആശംസിച്ചു. ആലുവ നഗരസഭ അധ്യക്ഷ ശ്രീമതി സൈജി ജോളി അവർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം പറയുന്നു. മാഡം എപ്പോഴും ഞങ്ങളുടെ ആശങ്കകൾ ക്ഷമയോട് കേൾക്കുകയും ഉടനടി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്കളുടെ പിന്തുണ ഞങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. നമ്മുടെ ആശുപത്രിക്ക് എന്നും സഹായവും നൽകുന്ന കൗൺസിലർ ശ്രീമതി ശ്രീലത രാധാകൃഷ്ണനും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ വന്നിരിക്കുന്ന ശ്രീ MO ജോൺ, മറ്റു വിശിഷ്ടാതിഥികൾ എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. പക്ഷേ ഇത് എനിക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യേണ്ട ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്. അത് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറയാം. അതിൽ മലയാളിയാണെങ്കിലും ഞാനത് ഇംഗ്ലീഷിൽ പറയുന്നത്. അങ്ങനെ അങ്ങയുടെ വൈഫും ഇവിടെ വന്നിട്ടുണ്ട്. അത് മേജർ ടോം ലൂയിസ് ആണ്. I have the privilege of welcoming a very special couple, Major Tom Lewis and Mrs. Maria Lewis from Abu Dhabi. They are close friends of my daughter Sonia, who is Associate Director of the ACOM in Abu Dhabi. Major Tom Lewis is a respected hospital administrator who has served as CEO and several leading hospitals in UAE. Over the past many months, he has guided us in our visiting hospital management consultant. We are deeply grateful for his wisdom and friendship. ഇത് കൂടാതെ ബാബു വരുമെന്ന് പറഞ്ഞിരുന്നു. വന്നുവെന്ന് അറിഞ്ഞുകൂട. എൻ്റെ വളരെ 50 വർഷത്തെ പരിചയമാണ് അദ്ദേഹത്തിനുള്ളത്.
അത് ഞങ്ങളുടെ അങ്കമാലി ഹോസ്പിറ്റലിലെ PR ആയിരുന്നെന്ന് പറയാം. അദ്ദേഹം പല ചീഫ് മിനിസ്റ്റേഴ്സിനെയും മിനിസ്റ്റേഴ്സിനെയും അവരുടെ കുടുംബത്തെ എല്ലാം അവിടെ കൊണ്ടുവന്ന് എന്നെ കാണിക്കുകയും പല കാര്യങ്ങൾ ആശുപത്രിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വന്നില്ലെങ്കിൽ തന്നെയും ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഫാസിൽ ഹുസൈൻ അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ എന്നറിയുള്ള മിസ്റ്റർ എംഒ ജോണിനെ ഞാൻ സ്വാഗതം ചെയ്തു. ബാക്കി എല്ലാ മുനിസിപ്പൽ കൗൺസിലർ, എൻ്റെ ഡോക്ടർ സുഹൃത്തുക്കൾ, ജീവനക്കാർ, ഒപ്റ്റോമെട്രി അധ്യാപകരും വിദ്യാർത്ഥികളും, ക്ഷണിക്കപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ആശുപത്രി കെട്ടിയ കോൺട്രാക്ടേഴ്സ്, ആർക്കിടെക്ട്സ്, കൺസൾട്ടൻസ്, അതിൽ പ്രത്യേകിച്ച് എൻ്റെ ഡോക്ടറുണ്ട് സോണിയ പുത്തൂർ, പലതവണയും അബുദാബിയിൽ നിന്ന് ഇവിടെ വന്നതെല്ലാം ചെയ്തു തരുന്ന സോണിയ പുത്തൂർ, മൈ ഗ്രാൻഡ് സൺ ആന്റണി സൈമൺ, റോഹൻ മാത്യു, ഗീത എന്നിവരെല്ലാം ഹൃദയം സംസാരിച്ചു. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഉദാരമായ സാമ്പത്തിക സഹായം നൽകിയ HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നിവരോട് ആത്മാർത്ഥമായ സ്വാഗതം. ഉപസംഹാരത്തിന് മുമ്പ് ഈ സ്ഥാപനത്തിന് അളവറ്റ സംഭാവന നൽകുകയും എന്നാൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്തതുമായ പ്രിയപ്പെട്ട കുറേപേരെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. 2024 മെയ് 4 ഞങ്ങളെ വിട്ടുപോയ എൻ്റെ പ്രിയ പത്നി ഡോക്ടർ യുവോൺ എൻ്റെ എല്ലാമായി ഈ ആശുപത്രിയുടെ പിന്നിൽ വളരെ ശക്തമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് എന്നെ സഹായിച്ച അന്തരിച്ച ഡോക്ടർ നോവൽ മോറിസിനെ ഞാൻ ഓർക്കുകയാണ്. ഈ ആശുപത്രിയെ സമർപ്പണ ബോധത്തോടെ സേവിക്കുകയും പിന്നീട് നമ്മളെ വിട്ടുപിരിയുകയും ചെയ്ത എല്ലാ ജീവനക്കാരെയും ഞാൻ സ്നേഹത്തോട് ഓർക്കുന്നു. ഞാൻ ഫ്രാൻസിസ് അസീസിയുടെ ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വെൽക്കം സ്പീച്ച് അവസാനിക്കുക. Where there is despair, let me bring hope. Where there is sadness, let me bring joy. Where there is darkness, let me bring light. ഈ വാക്കുകൾ ദിവസവും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമാകും. ഞങ്ങളുടെ സ്ഥാപനത്തിനായി ഞങ്ങൾ സ്വീകരിച്ച ലോഗോയിൽ അതിലൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. From darkness, Lord, your shining light. ഈ ആശുപത്രിയുടെ വാതിൽ കൂടി കടന്നു വരുന്ന എല്ലാവർക്കും കാഴ്ചയും പ്രതീക്ഷയും സമാധാനവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. Dr. Tony Fernandes Eye Hospital is the realization of one man's dream, a dream that has restored sight, inspired hope and transformed countless lives. ആ യാത്രയുടെയും ആ സ്വപ്നത്തിന്റെയും ഒരു ചെറിയ ദൃശ്യാവിഷ്കാരം ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം. അടുത്തതായി നാം ഈ ദിവസത്തെ ഏറ്റവും മഹത്തായ നിമിഷത്തിലേക്കാണ് കടക്കുന്നത്. Our new hospital building stands as a testimony to vision, perseverance and an unwavering commitment to providing world-class eye care with compassion. ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഐ ഹോസ്പിറ്റലിന്റെ പുതിയ ആശുപത്രി മന്ദിരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനത്തിന്റെ നിലവിളക്ക് തെളിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി സതീശൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ നിമിഷത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടായി വേദിയിലെ മറ്റ് വിശിഷ്ടാതിഥികളെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
പ്രകാശം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ സാറിനെ ക്ഷണിക്കുന്നു. Ladies and gentlemen, please join us in witnessing this historic moment. ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, പ്രിയപ്പെട്ട മന്ത്രി ശ്രീ റോജി എം ജോൺ, പ്രിയങ്കരനായ MP ശ്രീ ബെന്നിച്ചേട്ടൻ, ശ്രീ അൻവർ സാദൻ, ശ്രീമതി സൈജി ജോളി, ശ്രീമതി ശ്രീലത രാധാകൃഷ്ണൻ, ഡോക്ടർ ഫ്രെഡി ടി സൈമൺ, ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, സുഹൃത്തുക്കളെ, ഡോക്ടർ ടോണി ഫെർണാണ്ടസിന്റെ നാമധേയത്തിലുള്ള ഈ ഐ ഹോസ്പിറ്റലിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ നിങ്ങളെ എല്ലാവരെയും സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. ചില പേരുകൾ ചില മേഖലകളെ റെപ്രസെന്റ് ചെയ്യും. ഡോക്ടർ ടോണി ഫെർണാണ്ടസ് എന്ന് പറഞ്ഞാൽ ഈ ജില്ലയിലുള്ളവർക്കും ഈ സംസ്ഥാനത്തുള്ളവർക്കും അതൊരു പേരാണ്. അത് ഒഫ്താൽമോളജിയുടെ അവസാന വാക്കാണ്. നമ്മളെ അതൊരു ബ്രാൻഡാണ്. ഞങ്ങളുടെയെല്ലാം ഹൃദയത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ മുതൽ വേരുറപ്പിച്ച പേരാണ് ഡോക്ടർ ടോണി ഫെർണാണ്ടസ്. അത് വളരെ അപൂർവം പേർക്ക് മാത്രം ലോകത്തിൽ ഉണ്ടാകുന്ന ഒരു മഹാഭാഗ്യം കൂടിയാണ്. അവരുടെ പ്രൊഫഷൻ, അവരുടെ കൈവച്ച മേഖല, അവിടെ അവർ ചാർത്തിയ കയ്യൊപ്പാണ് അവരുടെ പേരും അവർ ബന്ധപ്പെട്ട മേഖലയുമായി ആ മേഖലയെ പ്രതിനിധാനം ചെയ്ത് അറിയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം. തന്റെ ദീർഘകാലത്തെ അദ്ദേഹം വളരെ മനോഹരമായി അതിവിടെ വിശദീകരിക്കുകയുണ്ടായി. ദീർഘകാലത്തെ സേവനം ആ സേവനമാണ് അദ്ദേഹത്തിന്റെ നാമധേയം കേരളത്തിനകത്തും എല്ലാം അറിയപ്പെടാനുള്ള ഒരു കാരണമായി മാറിയത്. ഏറ്റവും ആധുനികമായി നമുക്കറിയാം, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നതെല്ലാം ഹെൽത്ത് കെയറിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ സാങ്കേതിക വിദ്യയും എല്ലാം നമ്മുടെ ചികിത്സാ രീതികളിൽ വലിയ മാറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു 10 കൊല്ലം മുമ്പോ 25 കൊല്ലം മുമ്പോ ഉണ്ടായിരുന്ന ഒരു സർജറി അല്ല ഇന്നത്തെ സർജറി. കംപ്ലീറ്റ് ആയിട്ട് മാറി. സർജിക്കൽ പ്രിസിഷൻ എന്ന് പറയുന്നത് 100%ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്തെ ഓരോ രംഗത്തുമുള്ള ഒഫ്താൽമോളജിയിലെ ഏറ്റവും നൂതനമായ ആശയങ്ങൾ, നൂതനമായ കണ്ടുപിടുത്തങ്ങൾ, അതെല്ലാം ഫലപ്രാപ്തിയിലെത്തിക്കാൻ ഡോക്ടർ ഫ്രെഡിയുടെ നേതൃത്വത്തിലുള്ള ഈ ഹോസ്പിറ്റലിലെ ടീമിന് കഴിയും എന്ന് എല്ലാവർക്കും പൂർണ്ണമായ വിശ്വാസമുണ്ട്. അത് ഭംഗിയായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ സ്ഥാപനം ആരോഗ്യകരമായി ഈ സ്ഥാപനം മാറട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. സംസാരിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ സിംഗിൾ വിൻഡോ എന്നൊക്കെ പറയുമെങ്കിൽ 10-20 സ്ഥാപനങ്ങളിൽ നിന്നുള്ള പെർമിഷൻ വേണം. ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങി മടുക്കുകയാണ്. ഓരോ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിന്റെ ക്ലിയറൻസ് കിട്ടുക എന്ന് പറയുന്നത് ഇന്നൊരു വലിയ വെല്ലുവിളിയാണ്. ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല, പക്ഷേ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അക്കാര്യത്തിലുള്ള ഒരു ശക്തമായ തീരുമാനം അതിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുന്നു. രണ്ടാമത് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞത് GSTയെ കുറിച്ചാണ്. അത് ഞാൻ ശരിക്കും കേട്ടില്ല. ഞാൻ എല്ലാ നന്മകളും എല്ലാ ആശംസയും ഈ നിരമ്പത്തിന് നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും. ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും ശക്തമായ പിന്തുണയോടും കൂടി ജനങ്ങളുടെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ സാറിനെ ആദരിക്കുന്നതിനായി ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഐ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ ടോണി ഫെർണാണ്ടസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
നമ്മുടെ ഹോസ്പിറ്റൽ ബിൽഡിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ച ഒരു വ്യക്തിത്വത്തെ ആദരിക്കുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞാൻ ക്ഷണിക്കുന്നു. മിസ് സോണിയ ജെ പുത്തൂർ മാഡം. ഡോക്ടർ ടോണി ഫെർണാണ്ടസ് സാറിന്റെ മകളാണ്. അബുദാബിയിലെ പ്രശസ്ത അന്താരാഷ്ട്ര കമ്പനിയായ എകോമിന്റെ സീനിയർ ആർക്കിടെക്ട് ആൻഡ് അസോസിയേറ്റ് ഡയറക്ടറാണ്. മിസ് സോണിയ അത്യന്തം തിരക്കുള്ള ജോലിക്കിടയിലും പലതവണ ഇവിടെ എത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുകയും വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകുകയും ചെയ്തിട്ടുണ്ട്. മാഡത്തിന്റെ സമർപ്പണത്തിനും പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റിനും ഈ പദ്ധതിയുടെ നിലവാരം ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഐ ഹോസ്പിറ്റലിന്റെ സ്ഥാപക ചെയർമാനായ ഡോക്ടർ ടോണി ഫെർണാണ്ടസിന്റെ സഹധർമ്മിണിയും STF ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയുമായ പരേതയായ ഡോക്ടർ ഇവോൺ ഫെർണാണ്ടസിന്റെ സ്മരണാർത്ഥമാണ് ഡോക്ടർ ഇവോൺ മെമ്മോറിയൽ അവാർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. 2025 ഡോക്ടർ ഇവോൺ മെമ്മോറിയൽ സർവീസ് അവാർഡ് ആലുവ, 2026 ഇവോൺ ഫെർണാണ്ടസ് അവാർഡ് സമർപ്പിക്കുന്നത് ജനസേവാ ഉഡാൻ അക്കാദമിക്കാണ്. ജനസേവാ ഉഡാൻ അക്കാദമി ഡയറക്ടർ ശ്രീ സുനിൽ ജോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 2025 ഡോക്ടർ ഇവോൺ ഫെർണാണ്ടസ് അവാർഡ് ഡോക്ടർ ഇവോൺ ഫെർണാണ്ടസ് മെമ്മോറിയൽ സർവീസ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആലുവ വെൽഫെയർ അസോസിയേഷൻ ആണ്. അവാർഡ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് മിസ്റ്റർ ഷബീർ KK. ആതുര സേവനത്തോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിനും ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഐ ഹോസ്പിറ്റൽ വളരെ പ്രാധാന്യം നൽകുന്നു. വർഷങ്ങളായി ഡോക്ടർ ടോണി സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി മികച്ച അറിവും പരിശീലനവും നൽകി ലോകമെമ്പാടും സേവനം ചെയ്യുന്ന പ്രഗത്ഭരായ ഒപ്റ്റോമെട്രിസ്റ്റുകളെ വളർത്തിയെടുക്കുന്നു. പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനത്തോടെ സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രി വളർച്ചയുടെയും മികവിന്റെയും മറ്റൊരു സുപ്രധാന നാഴികക്കല്ലിലേക്കാണ് കടക്കുന്നത്. ഡോക്ടർ ടോണി സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രിയുടെ പുതിയ അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ റോജി എൻ ജോണിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ സ്നേഹത്തിന്റെയും ആദരത്തിന്റെയും പ്രതീകമായ ഉപഹാരം നൽകുന്നതിനായി ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഐ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ ആദരണീയനും പ്രിയകരമായ ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, ബഹുമാനായ MP ശ്രീ ബെന്നി ബെഹ്നാൻ, MLA ശ്രീ അൻവർ സാദത്ത്, ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, മറ്റു രീതിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറെ പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു പേരാണ് ഡോക്ടർ ടോണി ഫെർണാണ്ടസിന്റെ. അദ്ദേഹത്തിന്റെ സേവനം ആരംഭിച്ചത് അങ്കമാലി ലിഫോർ ആശുപത്രിയിലായിരുന്നു. അങ്കമാലി കേരള ആശുപത്രിയെ കേരളത്തില് ഒരുപക്ഷെ രാജ്യത്തും അറിയപ്പെടുന്ന ഒരു കണ്ണാശുപത്രി എന്ന നിലയിലേക്ക്
വളർത്തിയെടുക്കുന്നതിൽ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. അങ്കമാലിക്കാരെ സംബന്ധിച്ച് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു പേരാണ് ഡോക്ടർ ടോണി ഫെർണാണ്ടസിന്റെ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ആരംഭിച്ച ബാങ്ക് ഉൾപ്പെടെ കേരളത്തിൽ നേത്രദാന രംഗത്ത് വലിയ വിപ്ലവം അത് അങ്കമാലിക്കോ അല്ലെങ്കിൽ ആലുവയ്ക്കോ മതത്തിന് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന വലിയ ഒരു സംഭാവനയാണത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇവിടെ ആലുവയില് ഈ ക്ലിനിക്ക് ആരംഭിച്ച് അനുദിനം അത് കൂടുതൽ വളർച്ച കൈവരിക്കുമ്പോൾ അതിൽ അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ആളുകളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ സ്ഥാപനത്തിൽ വന്നിരിക്കുന്ന ഞാനായിരിക്കും. കാരണം ഞാൻ എന്റെ കണ്ണിന്റെ ഒരു സർജറി ആവശ്യമായി വന്നപ്പോൾ ഇവിടെ വരികയും അതിനെല്ലാം നേതൃത്വം കൊടുത്തത് ഡോക്ടർ ടോണി ഫെർണാണ്ടസ് തന്നെയാണ്. അതിനുശേഷം കൃത്യമായി 6 മാസം കൂടുമ്പോൾ വന്ന് ഫോളോ അപ്പ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ. പക്ഷെ 6 മാസം കൂടുമ്പോൾ വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വന്ന് ഫോളോ അപ്പ് ചെയ്ത് പോകാറുണ്ട് ഇപ്പോഴും. എന്തായാലും വളരെ സുത്യർഹമായ സേവനമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ സ്ഥാപനം ഇവിടെ വരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഡോക്ടർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, കേരളത്തിന് മെഡിക്കൽ ടൂറിസം രംഗത്ത് വലിയ സാധ്യതകളുണ്ട്. നമുക്ക് അത് ഫലപ്രദമായിട്ട് പൂർണ്ണതോതിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഈ ക്ലിനിക്കിൽ വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ നിരവധിയായിട്ടുള്ള പേഷ്യൻസ് ആണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ മെഡിക്കൽ ടൂറിസം രംഗത്തുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുവാൻ നിശ്ചയമായിട്ടും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ സഹായകരമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് മെഡിക്കൽ എഡ്യൂക്കേഷനിലും ഉള്ള കേരളത്തിന്റെ സാധ്യതകൾ. അത് പാരാമെഡിക്കൽ എഡ്യൂക്കേഷനിലായാലും മെഡിക്കൽ എഡ്യൂക്കേഷനിലായാലും ഒക്കെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാൻ ഇതുപോലെ കൂടുതൽ സ്ഥാപനങ്ങൾ നമുക്ക് അനിവാര്യമായിട്ടുണ്ട്. ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ ഷോർട്ടേജ് കൊണ്ട് തന്നെയാണ്, നമുക്ക് ഇവിടെ സീറ്റുകൾ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് എണ്ണത്തിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് മെഡിക്കൽ പാരാമെഡിക്കൽ നഴ്സിംഗ് പഠനത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ സ്കൂൾ ഓഫ് ഒഫ്താൽമോളജി ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തികച്ചും സഹായകരമായിട്ടുള്ള ഒരു സ്കൂളാണ് അല്ലെങ്കിൽ പദ്ധതിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്ന ഡോക്ടർ ടോണി സ്കൂൾ ഓഫ് ഒഫ്താൽമോളജി അതിന്റെ പുതിയ ബ്ലോക്കിന്റെയും ഉദ്ഘാടനം എല്ലാവരുടെയും അനുവാദത്തോടെ വളരെ സന്തോഷപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം നിർവഹിച്ചതായി അറിയിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഐ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ സമൂഹ സേവനത്തിന് എന്നും സുപ്രധാന സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ആ ദൗത്യം ഏറ്റെടുത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഓഫ്തൽമോളജി വിഭാഗമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേത്രപരിശോധനാ ക്യാമ്പുകൾ, സൗജന്യ തിമിര ശസ്ത്രക്രിയാ പദ്ധതികൾ, വിദ്യാലയങ്ങളിൽ നേത്രപരിശോധനാ പരിപാടികൾ, ജനങ്ങളിൽ നേത്രാരോഗ്യ അവബോധം വളർത്തുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ഈ വിഭാഗം ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനായി സജ്ജമാക്കിയിരിക്കുന്ന പുതിയ കമ്മ്യൂണിറ്റി ഓഫ്തൽമോളജി വിഭാഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ലോക്സഭാംഗം ശ്രീ ബെന്നി ബെഹനാനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ബെന്നി ബെഹനാനെ ആദരിക്കുന്നതിനായി ഡോക്ടർ ടോണി ഫെർണാണ്ടസ് സാറിനെ ക്ഷണിക്കുന്നു. വളരെ ആദരണീയനായ ഡോക്ടർ ടോണി ഫെർണാണ്ടസ്,
ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, ഡോക്ടേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ് സുഹൃത്തുക്കൾ, നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഈ പരിപാടി പങ്കെടുത്തത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ബഹുമാനായ ശ്രീ അൻവർ സാദത്തുമൊക്കെ ഈ ആശുപത്രി കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ പരിപാടി അന്ന് നമുക്കറിയാമായിരുന്നു മനോഹരമായ ഈ സ്ഥാപനം ആസന്ന ഭാവിയിൽ തന്നെ ഇവിടെ നിർമ്മിക്കപ്പെടും എന്ന് പ്രയോജനം. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശ്രീ റോജിയും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്താമോളജിയുടെ ഒരു പര്യായമാണ് ഡോക്ടർ ടോണി ഫെർണാണ്ടസ്. ഞങ്ങളുടെയൊക്കെ അനുഭവം ഞാൻ ഇന്നും ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ഡൽഹിയിൽ പോയി എന്റെ കൊളീഗ്സുമായി സംസാരിക്കും, മറ്റ് ഡൽഹിയിലെ മറ്റു ഏതന്മാരുമായി സംസാരിക്കും. ഞാനിപ്പോൾ താമസിക്കുന്നത് അങ്കമാലിയിലാണ് പറയും. അങ്കമാലിയിൽ അവര് അതിന്റെ ഒരു ഐഡന്റിറ്റിയായി ആദ്യം ചോദിക്കുന്നത് എല്ലാ ഹോസ്പിറ്റലും, മറ്റൊന്ന് ഡോക്ടർ ടോണി ഫെർണാണ്ടസും. അത്രമാത്രം വളരെ പ്രദീപ്തമാണ് ഡോക്ടർ ടോണി ഫെർണാണ്ടസ്. അദ്ദേഹം എത്രയോ വ്യക്തികൾക്ക്, ഞാനുമൊക്കെ ഡോക്ടറുടെ പേഷ്യന്റ് ആയിട്ടുണ്ട്, എത്രയോ ആളുകൾക്ക് പ്രകാശം കൊടുത്തൊരു വിളക്കായി ഇന്നും എത്രയോ ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടുവെച്ചിട്ടുണ്ട് ബഹുമാനായ ശ്രീ ടോണി ഫെർണാണ്ടസ്. അദ്ദേഹത്തിന്റെ സേവനം നമുക്ക് മറക്കാൻ കഴിയില്ല. ഈ സ്ഥാപനവും ആ പാരമ്പര്യത്തിലൂടെ അദ്ദേഹത്തിന്റെ മകനുൾപ്പെടെയുള്ള പ്രശസ്തരായ ഡോക്ടറുടെ സേവനത്തോടും ഈ സ്ഥാപനവും വളരും പ്രയോജനപ്പെടുത്തില്ല. ഇവിടെ വ്യക്തികൾക്ക് വെളിച്ചം നൽകുന്നത് മാത്രമല്ല, നാടിന് വെളിച്ചം നൽകാൻ കഴിയുന്ന ദീർഘമായ ഒരു കാഴ്ചപ്പാട് ഡോക്ടർ ടോണി ഫെർണാണ്ടസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗ സന്ദർഭത്തിൽ, സ്വാഗത പ്രസംഗത്തിൽ, ഈ നാടിന്റെ ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ, ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ, ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെ എന്നോട് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത് ആലുവ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഞാൻ ഒരു കാര്യം സന്തോഷത്തോട് സൂചിപ്പിക്കുന്നു. ആലുവ റെയിൽവേ സ്റ്റേഷൻ അതിന്റെ വികസനം, ചാലക്കുടി കഴിഞ്ഞു, അങ്കമാലി കഴിഞ്ഞു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ കുറച്ചുകൂടി വിപുലമായില്ല, കുറച്ചുകൂടി പണം അനുവദിച്ചു ഏറ്റവും സജ്ജീകരണത്തോടു കൂടി ആലുവ റെയിൽവേ സ്റ്റേഷന്റെ ഒരു വികസനത്തിന് വേണ്ടി റെയിൽവേ ബോർഡും കേന്ദ്ര ഗവൺമെന്റും അംഗീകരിച്ചിട്ടുണ്ട്. അതിന്റെ പണി താമസിയാതെ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ തുടങ്ങുമ്പോൾ ഞാൻ ഡോക്ടർക്ക് അഷ്വർ ചെയ്യുന്നു, പടിഞ്ഞാറൻ കവാടവും അതിലുണ്ടാകുമെന്ന്. ഞാനും അൻവർ സാദത്തും കൂടി ഡോക്ടർക്ക് അവസരപ്പെടുത്തുന്നുണ്ട്. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ഞങ്ങൾക്കെല്ലാം ഒരു ഡോക്ടർ മാത്രമല്ല, അദ്ദേഹം വഴികാട്ടിയാണ്. ഞങ്ങൾക്കെല്ലാം ഒരു അക്ഷരത്താവിനെ പോലെ ഞങ്ങളുടെ വാത്സല്യം, സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും, പൊതുജീവിതത്തിന്റെ എല്ലാ കാര്യത്തിലും ഡോക്ടർ നൽകുന്ന ഉപദേശങ്ങളും ഡോക്ടർ നൽകുന്ന അനുഗ്രഹവും ഞങ്ങൾക്ക് എല്ലാ കാലഘട്ടത്തിലും പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ആ എല്ലാ ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി ഈ സ്ഥാപനത്തിന് ഉയർച്ചയുണ്ടാകട്ടെ. എന്നിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വം കമ്മ്യൂണിറ്റി ഒപ്താമോളജിയുടെ ഉദ്ഘാടനമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ സാമൂഹ്യ സുരക്ഷാ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കയ്യൊപ്പ് നൽകിയ വ്യക്തിയാണ് ഡോക്ടർ ടോണി ഫെർണാണ്ടസ്. ഈ കമ്മ്യൂണിറ്റി ഒപ്താമോളജി പാതയിലൂടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രാർത്ഥനയോടുകൂടി ഈ സ്ഥാപനത്തിന് ഞാൻ ആശംസ നൽകുന്നുണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലെ അടുത്ത പ്രധാന ചടങ്ങാണ് ഡോക്ടർ ഇവോൺ ഫെർണാണ്ടസ് മെമ്മോറിയൽ സർജിക്കൽ കോംപ്ലക്സിന്റെ ഉദ്ഘാടനം. ശസ്ത്രക്രിയാ സൗകര്യങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനും രോഗികൾക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനും ഈ സർജിക്കൽ കോംപ്ലക്സ് നിർണായകമായ ഒരു മുന്നേറ്റമാണ്. ഡോക്ടർ ഇവോൺ ഫെർണാണ്ടസ് മെമ്മോറിയൽ സർജിക്കൽ കോംപ്ലക്സ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മത്സ്യബന്ധന സാമൂഹിക നീതി വകുപ്പ് മന്ത്രി VE അബ്ദുൽ ഖാദറിനെയാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞങ്ങളുടെ പ്രിയങ്കരനായ ആലുവയുടെ സ്വന്തം MLA ശ്രീ അൻവർ സാദത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. MLA അൻവർ സാദത്തിനെ ആദരിക്കുന്നതിനായി ഡോക്ടർ ടോണി ഫെർണാണ്ടസ് സാറിനെ ക്ഷണിക്കുന്നു.
പ്രിയങ്കരനായ ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ എം പി ബഹുമാനായ മന്ത്രി റോജി എം ജോൺ, അതുപോലെ തന്നെ പ്രിയങ്കരനായ എം പി ശ്രീ ബെന്നി ബെഹനാൻ, ചെയർപേഴ്സൺ സ്ഥിരത രാധാകൃഷ്ണൻ, കൗൺസിലർ പ്രിയങ്കരനായ ഡോക്ടർ ഫ്രെഡി അടക്കമുള്ള മറ്റ് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഡോക്ടർ ടോണി ഫെർണാണ്ടസിനെ കുറിച്ചുകൂടെയൊക്കെ എല്ലാവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ നമ്മുടെ മനസ്സിൽ കയറിയ ഡോക്ടറുടെ പേരാണ് ഡോക്ടർ ടോണി ഫെർണാണ്ടസ്. LF ഹോസ്പിറ്റലിൽ നിന്ന് ഇത് ഞാനായാലും നിങ്ങളായാലും നമ്മുടെ നാട്ടിൻ തുമ്പത്ത് അല്ലെങ്കിൽ നമ്മൾ ആ LF ഹോസ്പിറ്റൽ പേര് കേൾക്കുമ്പോൾ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോഴും ഓടിയെത്തുന്നത് ഡോക്ടർ ടോണി ഫെർണാണ്ടസ്. അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ കൊടുത്ത് ആദരിച്ചു. ഇന്നും അദ്ദേഹത്തിന്റെ സേവനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ രംഗത്ത്. നമുക്കറിയാം, ഞാനും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. എന്റെ കണ്ണുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കണ്ടത് മകൻ ഫ്രെഡി ഡോക്ടറെ കണ്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ആശ്രയമാണ് ഈ ഒരു അത്താണിയാണ്. നമുക്കറിയാം, കണ്ണിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാ അവയവങ്ങളെയും നോക്കുന്നത്. കണ്ണാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്തായാലും ഈ ഐ ഹോസ്പിറ്റൽ ഡോക്ടറുടെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകട്ടെ, എല്ലാവർക്കും ആശ്വാസകരമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഡോക്ടർ ഇവിടെ പറഞ്ഞതുപോലെ ട്രാഫിക് ബ്ലോക്കിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹം. തീർച്ചയായിട്ടും അത് വലിയൊരു ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ്. അദ്ദേഹമൊക്കെ താമസിക്കുന്ന ഭാഗത്ത് നമ്മുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സണൊക്കെ നിരന്തരമായി പറയുന്നതാണ്. കാരണം ആ ഭാഗത്ത് അവർക്ക് വരാനുള്ള അസൗകര്യവും പൊതുവെ ആലുവ ട്രാഫിക് ബ്ലോക്കിന്റെ കാര്യങ്ങൾ അത് നമ്മളിപ്പോ അതിന് പൈസ വെച്ചു. നാറ്റ്പാക്ക് അതിന്റെ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കണം. ആ സ്റ്റഡി പൂർത്തിയായതിനു ശേഷം അവർ 3 ഓപ്ഷൻ തരാറുണ്ട്. ആ ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് പ്രിയങ്കരനായ MP ഇരിക്കുന്നുണ്ട്. അദ്ദേഹവും ഞങ്ങളുമൊക്കെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉൾപ്പെടെയൊക്കെ സഹായത്തോടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അടുത്തും അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിയെ കാണാൻ ഇതിന്റെ നമുക്കൊരു പ്രപ്പോസൽ ആയെന്ന് കേന്ദ്രത്തിന് സമീപിക്കാൻ പറ്റില്ല. അങ്ങനെ സമീപിച്ച് ആലുവയിലെ ട്രാഫിക് ബ്ലോക്ക് ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞതുപോലെ എല്ലാവരും ആഗ്രഹം, ആലുവക്കാർ മാത്രമല്ല അതിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമങ്ങൾ ഇനിയും മുന്നോട്ട് പോകും, തുടരുമെന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിന്റെ നമുക്ക് സർജിക്കൽ വാർഡിന്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടെ ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ്. Realization of one man's dream, a dream that has restored sight, inspired hope and transformed countless lives. ആ യാത്രയുടെയും ആ സ്വപ്നത്തിന്റെയും ഒരു ചെറിയ ദൃശ്യാവിഷ്കാരം ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാം. Some lives are not merely lived, they become guiding lights for generations. On June 12, 1934, in Malaysia, a child was born who would one day transform eye care in Kerala. Dr. Tony Fernandes. At the age of 5, he returned to Kerala, where an extraordinary journey would begin. Driven by determination, he completed his medical education and pursued advanced ophthalmology training in India and London. In 1969, he joined Little Flower Hospital, dedicating nearly 4 decades to restoring sight and transforming a small hospital into a leading healthcare institution. Thousands regained not only their sight, but also hope, confidence, and a new beginning. His vision extended beyond hospitals. Free eye camps, eye donation awareness, first aid training, youth education, and humanitarian service transformed countless lives. His extraordinary contributions earned India's highest medical honours, including the Padma Shri, inspiring generations of doctors. In 2008, he founded Dr. Tony Fernandes Eye Hospital, built on excellence, ethics, compassion, and vision. 18 years later, in 2026, he stands at another remarkable milestone, unveiling a new state-of-the-art hospital building and
be celebrated with families, well-wishers, colleagues, and the many lives touched by his service. A vision realised, a legacy strengthened. Dr. Tony Fernandez Eye Hospital proudly unveils its new chapter in Aluwa. Welcome everyone to another era of trusted eye care. As we celebrate this historic milestone, we now invite our honored dignitaries to share their word of blessing and encouragement. ആലുവ നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി സൈജി ജോളിയെ ആശംസാ സന്ദേശം നൽകുന്നതിനായി വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ശ്രീമതി സൈജിയെ ആദരിക്കുന്നതിനായി ഡോക്ടർ ഫ്രെഡി ടി സൈമണിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോജി ജോൺ, MP ബെനി ചന്ദ്രൻ, MLA അനൂപ് സാദർ, ഇവിടെ കൗൺസിലേഴ്സ്, പിന്നെ ഇവിടെ വന്ന് ചേർന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്ക് വളരെയധികം നമസ്കാരം. പിന്നെ എനിക്ക് ഡോക്ടർ ടോണീനെ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ തൊട്ടിട്ടുള്ളൊരു പരിചയമാണ്. ഡോക്ടറിന് ഞാൻ ആദ്യം തന്നെ ഡോക്ടറിൻ്റെ സ്വപ്നത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഡോക്ടർ ആദ്യം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഡോക്ടറിന് ഒരു ഹോസ്പിറ്റലിൽ റിട്ടയർമെന്റ് താല്പര്യമില്ല എന്നിട്ട് ഇങ്ങനെ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഡോക്ടറിന്റെ സ്വപ്നം പൂർത്തീകരിച്ചതാണ് ഏറ്റവും വലിയൊരു കാര്യമായിരുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നാണ്. ഞാൻ ഈ ഹോസ്പിറ്റലിന് എല്ലാവിധ ആശംസകളാണ് നേരുന്നത്. എന്നെ കൊണ്ട് സാധിക്കുന്നതും ഡോക്ടറിന് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ എൻ്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്വം ഞാൻ അറിയിക്കുകയാണ്. പിന്നെ ാണ് ഡോക്ടറിന്റെ സ്വപ്നം ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള എല്ലാ ഉത്തരവാദിത്വം ഡോക്ടർ ഫ്രെഡി ചെയ്യും എന്നുള്ള ഉറപ്പുണ്ട്. എല്ലാവിധ ആശംസകൾ നേരെയാണ്. ഈ ഹോസ്പിറ്റൽ വളരെയധികം നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ടാകും. അടുത്തതായി ആലുവ നഗരസഭ 10ാം വാർഡ് കൗൺസിലർ ശ്രീമതി ശ്രീലത രാധാകൃഷ്ണൻ. എല്ലാ കാര്യങ്ങളിലും നമുക്ക് പ്രോത്സാഹനമായും സപ്പോർട്ടുമായും എപ്പോഴുമുള്ള ഒരു വ്യക്തിത്വമാണ്. ശ്രീമതി ശ്രീലതയെ ആശംസാ സന്ദേശം നൽകുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി ശ്രീലതയെ ആദരിക്കുന്നതിനായി ഡോക്ടർ ഫ്രെഡി ടി സൈമണിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ടോണി ഫെർണാണ്ടസ് അവർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, MP, MLA, പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം എല്ലാ കാര്യങ്ങൾക്കും വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എന്നെ അറിയിക്കുകയും ചെയ്യും. കഴിയുന്ന രീതിയിൽ എല്ലാ സഹായം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഡോക്ടർ സ്പീച്ച് വളരെയധികം എന്നെ സ്പർശിച്ച കാര്യമാണ്. ഡോക്ടർ 27ാമത്തെ വയസ്സിലും ഏറെ ചെയ്തെങ്കിലും സ്വന്തമായി വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കാനും ഒന്നും ശ്രമിക്കാതെ തന്റെ പ്രൊഫഷൻ, ആ കഴിവ് മറ്റുള്ളവർക്ക് വീണ്ടും പകർന്നു കൊടുക്കാൻ വേണ്ടി വീണ്ടും അത് എത്രമാത്രം ഒരു ഹോസ്പിറ്റലിലൂടെ ആയാലും പൊതുപ്രവർത്തനത്തിലൂടെ ആയാലും സഹായമാകുന്ന രീതിയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ കൗൺസിലർ എന്ന നിലയിൽ സ്കൂളിനായിട്ട് പല ആവശ്യങ്ങൾക്ക് ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്തു തന്നിട്ടുണ്ട്. അതുപോലെ അസുഖബാധിതരായ സാമ്പത്തിക സഹായം ചെയ്യാനും എല്ലാം. അതുപോലെ തന്നെയാണ് സ്റ്റാഫുകളോടുള്ള ഒരു സമീപനം. എല്ലാ വർഷവും വാർഷികം വളരെ ഗംഭീരമായിട്ട് നമ്മളുടെ ഒരു വീട്ടിൽ നടക്കുന്ന ഒരു സന്തോഷ മുഹൂർത്തം അതുപോലെയാണ് ആ സ്റ്റാഫ് അതിനുവേണ്ടി ഒരു ദിവസം ഫുള്ളായിട്ട് ഒരു പ്രത്യേക ആഘോഷമായിട്ടാണ് നടത്തുന്നത്. ആ ഒരു സ്റ്റാഫിനോടുള്ള കരുതലാണ്. കാരണം ജോലിയുടെ സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം ഒഴിയാൻ വേണ്ടി അവർക്ക് ഫ്രീ ആയിട്ട് ഇടപഴകാനായിട്ട് ഒരു ദിവസം ശരിക്കും എല്ലാ വർഷവും അദ്ദേഹം അത് നടത്തുന്നതാണ്. അത് ഡോക്ടർ റെഡി അവരെല്ലാവരും തന്നെ അതിലെല്ലാവരും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളത് കാണുമ്പോൾ എനിക്ക് വളരെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു മെഡിക്കൽ ടൂറിസം എന്ന് പറയുമ്പോൾ അത് ഹോസ്പിറ്റലിന് മാത്രമല്ലല്ലോ, നമ്മുടെ നാടിനൊക്കെ ഒരു വരുമാനവും എല്ലാ തരത്തിലും ഒത്തിരി പേർക്ക് അത് സഹായമാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഒരു കാര്യങ്ങളിൽ ഒരുപാട് ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾ ഈ പ്രായത്തിൽ മുന്നോട്ട് പോകുന്നത്. തുടർന്നും അത് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിക്കട്ടെ, എല്ലാവർക്കും വെളിച്ചം വരാൻ സാധിക്കട്ടെ, ഈ സ്ഥാപനം നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. ഈ മഹനീയമായ ചടങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇത് വിജയകരമാകാൻ സാന്നിധ്യം കൊണ്ടും സഹകരണം കൊണ്ടും പങ്കാളികളായ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കാൻ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഐ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഫ്രെഡി ടി സൈമണിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. Respected Chief Minister, Sri V.D. Satish, I know he's left. Honorable Minister, Sri Roji Jar, Member of Parliament, Sri Benny Behanan, our beloved MLA, Sri Anwar Sadat, our Municipal Chairman, Srimati Shaiji Jolly, our Councillor, Srimati Srilana Radhakrishnan, our Chairman, Dr. Tony Fernandes, distinguished councillors, Mr. M.O. John, members of the press, family members, doctors, staff, students, and all esteemed guests. Good morning to all of you. Let me begin by thanking the organizers for blessing us with this wonderful hospital and making this joyous occasion possible. On behalf of everyone at Dr. Tony Fernandes Hospital, I express a heartfelt gratitude to our Honorable Chief Minister, Sri V.D. Satish, for inaugurating our new hospital. So your presence has made this occasion truly memorable. A sincere thanks to Minister of Higher Education, Sri Roji John, a good friend of the hospital, for inaugurating the School of Optometry. We are deeply grateful to Sri Anwar Sadat for inaugurating our new complex. I thank our Member of Parliament, Sri Benny Behanan, for inaugurating our Community Services Wing. We are very grateful to our Municipal Chairperson, Srimati Shaiji Jolly, and our Councillor, Srilana Radhakrishnan, for their constant encouragement and support. I also thank all the other councillors who are here today, our neighbours, friends, doctors, well-wishers, whose presence and blessings have indeed added joy to this occasion. A special thanks to our previous Municipal Chairman, Mr. M.O. John, for coming here today. Very special tribute to our Chairperson, Dr. Tony Fernandes. It was his vision, determination, tireless efforts, despite his age, to transform this dream into reality. We are truly blessed to work under his inspiring leadership. This hospital owes great debt to everyone involved in its construction. A sincerely thank Mr. Manu and his team, architects, Mr. Rex and team, our civil contractors, Mr. Suresh and team, our electrical contractors, Mr. Arun, all other contractors whose dedication and craftsmanship have resulted in this beautiful facility. I extend my sincere thanks to Major Tom and Maria for being with us today. Major Thomas played a pivotal role in organizing this event and reorganization of the hospital. I thank all our doctors who have worked tirelessly to prepare this hospital and actively participate in organizing this function. A special word of appreciation goes to Dr. Karthika for serving as the Master of Ceremonies. My heartfelt thanks go to our administrator, Mr. Noruddin, and all our dedicated staff and students whose hard work and commitment made every aspect of this event a success. I would like especially to thank Mr. Sudhir and Mr. Shiyab for their exceptional efforts. A special gratitude to my sister, Mrs. Sonia Puttur, and my brother-in-law Roy, for their wholehearted involvement in the construction
of this building. I also thank my son Tony for his support. The rest of our family members who have traveled from afar to be with us today, thank you. Thank you for your love, encouragement, and unwavering support. Well, a warm welcome and special thanks to my nephew, Mr. Rohan Matthew, who has recently joined our team. It would be wrong if I forget to thank Dr. E.J. Mani for renting out his building for us for all these years to run our hospital. I thank HDFC Bank and Axis Bank and Federal Bank for their support in this endeavor. Finally, my deepest gratitude goes to my wife, Cynthia, and our sons, whose constant love, encouragement, sacrifices have made my greatest strength throughout this journey. A special thanks to the press, members of press who are here with us today. Thank you for your presence. If I inadvertently missed mentioning anyone, please accept my sincere apologies and along my heartfelt thanks and gratitude. I thank you everyone for joining us today on this very special day. We seek your continued support, blessings, and goodwill as we strive to provide compassionate, high-quality eye care to our community. Thank you and have a wonderful day. Thank you. Thank you, sir. As we conclude this memorable inaugural ceremony, let us carry forward the vision and values that have brought us together today. May I now request everyone to kindly rise for the national anthem. जनमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाजे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय